ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICTയുടെ 20th ചാപ്റ്ററായ എക്സ്റ്റേണൽ കോസ് ആൻഡ് മോർബിഡിറ്റി എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ അകത്ത് V ആൻഡ് Y കോഡ്സ് ആണ് മെയിൻലി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ICT 19 ചാപ്റ്റർ ഉണ്ട്, ഒരു പോയ്സണിങ് ആൻഡ് ഇഞ്ചുറി എന്ന് പറയുന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്ലബ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് കോഡ് എങ്ങനെ പിക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ICTയുടെ ഇൻഡെക്സ് ബുക്ക് ഉണ്ട്, ദറ്റ് ഈസ് ആൽഫബറ്റിക് ഇൻഡെക്സ് ബുക്ക് ഉണ്ട്. ആ ബുക്കിൻ്റെ ലാസ്റ്റ് പേജസിലായിട്ട് എക്സ്റ്റേണൽ കോസ് ആൻഡ് മോർബിഡിറ്റി എന്ന് പറയുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഇതിൻ്റെ കോഡ് പിക്ക് ചെയ്യേണ്ടത്. ഇതിൻ്റെ അകത്ത് മെയിൻലി കോഡ്സ് ആയിട്ട് പിക്ക് ചെയ്യുന്നത് ആക്ടിവിറ്റി, പ്ലേസ് ഓഫ് ഒക്വയറൻസ്, അങ്ങനെയുള്ളതൊക്കെയാണ് മെയിൻലി അതിൻ്റെ അകത്ത് കാണുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഗൈഡ് ലൈനെ പഠിക്കാനുള്ളൂ, പക്ഷെ ഇത് രണ്ട് സിറ്റുവേഷനായിട്ട് പഠിക്കാനുണ്ട്. ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പേഴ്സണ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഇഞ്ചുറി സംഭവിച്ചു ഒരു പ്ലേസിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മളത് ഫസ്റ്റ് വിസിറ്റ് ആണോ പേഷ്യൻ്റ്, അതോ ഫോളോ അപ്പ് വിസിറ്റ് ആണോ എന്നനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് നോക്കുകയാണ്. ഒരു പേഷ്യൻറ്റിന് ഒരു പേഴ്സണ് ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണ്, ഒരു പ്ലേസിൽ വെച്ചിട്ട് ഒരു ആക്ടിവിറ്റി മൂലം ഒരു ഇഞ്ചുറി സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത് അയാളുടെ ഫസ്റ്റ് വിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ നിന്ന് ആദ്യം നമ്മൾ ഹൗ ഇറ്റ് ഹാപ്പൻഡ്, എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളത് കോഡ് ചെയ്യുക. ദെൻ പ്ലേസ് ഓഫ് ഒക്വയറൻസ്, എവിടെ വെച്ചിട്ടാണ് സംഭവിച്ചതെന്ന് കോഡ് ചെയ്യുക. ദെൻ ആക്ടിവിറ്റി അലോങ് വിത്ത് ഇഞ്ചുറി, എന്ത് ആക്ടിവിറ്റി കൊണ്ടാണ് പുള്ളിക്ക് ആ ഇഞ്ചുറി കോസ് ചെയ്തത്. ഇത് മൂന്നുമാണ് നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് കോഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ്, ഒരു പേഴ്സണ് ഇഞ്ചുറി സംഭവിക്കുകയാണ് ഒരു ആക്ടിവിറ്റി കൊണ്ട് ഒരു പ്ലേസിൽ വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ ആ പുള്ളിയുടെ ഫോളോ അപ്പ് വിസിറ്റാണ്, അല്ലെങ്കിൽ സെക്കൻഡ് വിസിറ്റാണ്, തേർഡ് വിസിറ്റാണ്, ഫോളോ അപ്പ് വിസിറ്റാണ്. ഇതിലേതെങ്കിലും ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കോഡ് ചെയ്യണം? നമ്മൾ ആ പുള്ളിയുടെ ഡോക്യുമെൻറ്റിൽ നിന്ന് ഹൗ ഇറ്റ് ഹാപ്പൻഡ് എന്നുള്ളത് കോഡ് ചെയ്താൽ മതി, എങ്ങനെ സംഭവിച്ചു, ആൻഡ് ഓൾസോ എന്ത് ആക്ടിവിറ്റി കൊണ്ടാണ് പുള്ളിക്ക് ആ ഇഞ്ചുറി കോസ് ചെയ്തതെന്നുള്ളത് മാത്രം കോഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ഗൈഡ് ലൈൻസ് ആണ്, ഈ രണ്ട് കേസസ് ആണ് നമ്മുടെ ഈ ഗൈഡ് ലൈൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.